ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഡേറ്റ്സ് കേക്കാണ്. എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ ഈത്തപ്പഴം. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 400 ഗ്രാം അല്ലെങ്കിൽ 2 കപ്പ് ഈത്തപ്പഴം കുരുക്കളഞ്ഞ് കഴുകി വെച്ചതാണ്, 1/2 കപ്പ് ഷുഗർ, 1 കപ്പ് മൈദ, 2 മുട്ട, കുറച്ച് കാഷ്യൂസ്, 1/2 ടീസ്പൂൺ സിനമൺ, 1/2 ടീസ്പൂൺ നട്ട്മഗ്, 3 കാർഡമം. നട്ട്മഗ് ഓപ്ഷണൽ ആണ്. ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് സോൾട്ട്, 1 ടേബിൾ സ്പൂൺ, പിന്നെ 1/2 കപ്പ് ഓയിൽ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാനിൽ 1.5 കപ്പ് വെള്ളത്തിൽ നമുക്ക് ഈത്തപ്പഴം വേവിച്ചെടുക്കാം. വേറൊരു പാനിൽ നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചത്. ഷുഗർ മൊത്തം അലിഞ്ഞ് ഒരു ലൈറ്റ് ബ്രൗൺ ആയി വരുമ്പോൾ, ഒരു തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് 1 മിനിറ്റ് വരെ ഇളക്കിയെടുക്കാം. അതിൽ 3 ടേബിൾ സ്പൂൺ വെള്ളവും 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് മിക്സ് ചെയ്യാം. ഷുഗർ കട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. ഈത്തപ്പഴം നമുക്കിനി വെള്ളം വറ്റുന്നവരെ വേവിച്ചിട്ട് ചൂടാറാൻ വെച്ചിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. അടുത്തതായി നമുക്കൊരു പാത്രത്തിൽ 2 മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. വേറൊരു പാത്രത്തിൽ നമുക്ക് മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും സിഫ്റ്റ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് കമ്പൈൻ ചെയ്ത് വരാൻ വേണ്ടിയാണ്. നല്ലോണം സിഫ്റ്റ് ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് സിനമണും നട്ട്മഗും കാർഡമണും ഇട്ട് കൊടുക്കാം. ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗും ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം, പിന്നെ 1/2 കപ്പ് ഓയിലും. ഇതെല്ലാം കൂടി നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമുക്ക് തണിയാൻ വെച്ച ഈത്തപ്പഴം മിക്സിയിൽ അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാണ്ടാണ് അരക്കുന്നത്, അതുകൊണ്ട് നല്ല പേസ്റ്റ് പോലെ കിട്ടും. ഇനി നല്ലോണം മിക്സ് ചെയ്ത് വെച്ച എഗ് മിക്സ്ചറിൽ നമുക്ക് ഈ അരച്ച് വെച്ച ഡേറ്റ്സ് മിക്സ്ചറും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം.
അതിലേക്ക് നമുക്ക് കാഷ്യൂസും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. തനിയാൻ വെച്ച ഷുഗർ സിറപ്പും കൂടി ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കാം. കാരമലൈസ് ചെയ്ത ഷുഗർ ആയതുകൊണ്ട് അതിൻ്റെ കളർ തന്നെ മതി ഈ ബാറ്റർ മൊത്തം ഒരു ബ്രൗൺ കളർ ആവാൻ വേണ്ടി. എക്സ്ട്രാ ഫ്രൂട്ട് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു പാന് ഗ്രീസ് ചെയ്യാം. ഞാൻ ഓയിൽ കൊണ്ടാണ് ഗ്രീസ് ചെയ്തത്. അതിലേക്ക് നമുക്ക് ഈ ഡേറ്റ്സ് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ലെവൽ ചെയ്ത ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 to 35 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യുന്നത്. ബേക്ക് ചെയ്ത ശേഷം നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കിക്കഴിഞ്ഞാൽ ടൂത്ത് പിക്ക് ക്ലീനായി വരുവാണെങ്കിൽ മൊത്തം ബേക്കായി. ഇതാ അതിന് നമുക്ക് സൈഡ്സ് എല്ലാം ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് മുറിച്ചെടുക്കാം. നമ്മൾ ഈത്തപ്പായ കേക്ക് ഇവിടെ റെഡിയായി. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത്ര മധുരമൊന്നും ഇല്ലാത്തൊരു കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. Hope you like it. Thank you. Do subscribe and like my channel. അടുത്ത റെസിപ്പിയായി നമുക്ക് വീണ്ടും കാണാം. ബൈ.